ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വീണ്ടും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് ഈ പകൽ സമയം വീണ്ടും നമ്മൾ ദൈവത്തിന് വളരെ സന്തോഷത്തോട് സമാധാനം വളരെ പ്രത്യാശയോടും കൂടെ ആയിരിക്കാൻ ദൈവം ചെയ്ത വൻ കൃപയ്ക്കായി ദൈവത്തിന് നമ്മൾ സ്തോത്രം കരയറ്റാം, അല്ല നന്ദി കരയറ്റാം. നമ്മുടെ അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് നമുക്ക് വിശുദ്ധ പൗലോസ് കൊലോസ്യ സഭയ്ക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 9-ാം തിരുവചനം നമുക്കൊന്ന് വായിക്കാം. അവിടെ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്: അവനല്ലോ ദൈവത്തിൻ്റെ സർവ്വസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. യേശുക്രിസ്തുവിനെക്കുറിച്ച് പൗലോസ് പറയുകയാണ്, അവനിൽ അല്ലെങ്കിൽ ക്രിസ്തുവിലാണ് ദൈവത്തിൻ്റെ സർവ്വസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നു എന്ന്. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാൻ നമ്മൾ നല്ല വചനം തന്നതിനായ ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കാം. മഹത്വത്തിലിരിക്കും നല്ല പിതാവേ, കർത്താവേ, നല്ല വചനം ഞങ്ങൾക്ക് തന്നിരിക്കയാൽ ഞങ്ങൾ നന്ദി പറയുന്നു. ഈ വചനത്തിൽ നിന്ന് അവിടെ ഞങ്ങളോട് സംസാരിക്കണം. ഈ വചനം ഞങ്ങൾക്കൊരു അനുഗ്രഹമാക്കി തീർക്കണം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ദൈവം കേൾക്കണം. നല്ല പിതാവേ, ആമേൻ. വളരെ അനുഗ്രഹിക്കപ്പെട്ട വേദഭാഗമാണ് നമുക്കറിയാം. പൗലോസിൻ്റെ 4 കാരാഗ്രഹലേഖനങ്ങൾ എന്ന് വെച്ചാൽ എഫേസ്യർക്ക് എഴുതിയ ലേഖനം, ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം, കൊലോസ്യർക്ക് എഴുതിയ ലേഖനം, ഫിലോമോൻ. ഇത് 4 പൗലോസിൻ്റെ കാരാഗ്രഹ ലേഖനങ്ങളാണ്. ഈ കാരാഗ്രഹ തന്നെ വളരെ ഈടുറ്റ ലേഖനമാണ് ഈ കൊലോസ്യ ലേഖനം. ക്രിസ്തുവിൽ ദൈവത്തിൻ്റെ സർവ്വസമ്പൂർണത വസിക്കുന്നുവെന്നും ക്രിസ്തുവിനെ ദൈവം സഭയുടെ തലയാക്കി വച്ചിരിക്കുന്നുവെന്നും ആ തലയായ ക്രിസ്തു സഭയെ പോറ്റി പുലർത്തുന്നുവെന്നും സകലത്തിൽ നിന്നും പരിപാലിക്കുന്നുവെന്നും ഒക്കെ, അല്ലെങ്കിൽ സഭയ്ക്ക് വേണ്ടതെല്ലാം ക്രിസ്തുവിലുണ്ട് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ലേഖനമാണ് ഈ കൊലോസ്യർക്ക് എഴുതിയ ലേഖനം. അതുകൊണ്ട് നമ്മൾ വളരെ ഭയത്തോടും ഭക്തിയോടുകൂടി വേണം നമ്മൾ ഈ കൊലോസ്യ ലേഖനത്തെ സമീപിക്കാൻ. സത്യവേദ പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ ദൈവം തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്ന 3 മാധ്യമങ്ങളിലൂടെയാണ്. ഒന്ന്, പ്രപഞ്ചത്തിലേക്കും പ്രപഞ്ച സൃഷ്ടിപ്പിലേക്കും നമ്മൾ നോക്കുമ്പോൾ, അല്ലെങ്കിൽ ആകാശത്തിലേക്കും ഭൂമിയിലേക്കും നമ്മൾ നോക്കുമ്പോൾ, അതിലുള്ള സകല ചരാചരങ്ങളെ നോക്കുമ്പോൾ, അതിൻ്റെ സൃഷ്ടിപ്പിനെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ, അതിൻ്റെ പുറകിൽ സർവ്വജ്ഞാനിയായ ഒരു ദൈവത്തിൻ്റെ കരം പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് അല്പം ജ്ഞാനമുള്ളവർക്കത് മനസ്സിലാക്കുവാൻ, അല്പം ബുദ്ധിയുള്ളവർക്കത് മനസ്സിലാക്കുവാൻ സാധിക്കും. നമുക്കറിയാം, നമ്മുടെ ചെറുപ്പത്തിലൊക്കെ ഒരു സൗരയൂഥമേ ഉള്ളൂ. 9 ഗ്രഹങ്ങളടങ്ങി സൂര്യനുൾപ്പെടെ 9 ഗ്രഹങ്ങളും സൂര്യനടങ്ങിയ സൗരയൂഥത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുകയൊക്കെ ചെയ്തെങ്കിൽ ഇന്ന് നമുക്കറിയാം 100 കണക്കിന് സൗരയൂഥങ്ങളെക്കുറിച്ച് നമുക്ക് കാണുവാനും പഠിക്കുവാനും ഒക്കെ സാധിക്കുന്നുണ്ട്, മനസ്സിലാക്കുവാനൊക്കെ സാധിക്കുന്നുണ്ട്. ഇനി നമുക്കറിയാം, ഭൂമിയെക്കുറിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ 23.5 ഡിഗ്രി സെൻറ്റിഗ്രേഡ് എന്ന കിലോമീറ്റർ സ്പീഡിൽ കറങ്ങുക. 365 ദിവസം കൊണ്ട് സൂര്യന് ഒരു വർഷം കൊണ്ട് സൂര്യനെ ചുറ്റുമ്പോൾ തന്നെ 24 മണിക്കൂർ ഭൂമിയെ തന്നെ ചുറ്റുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. അങ്ങനെ അനേക ഗോളങ്ങളും അത് ഒക്കെ നമ്മൾ കാണുമ്പോൾ അറിയാം ഇതിനെയൊക്കെ ആരാ നിയന്ത്രിക്കുന്നത്. ഒരു അച്ചുതണ്ടിൽ നിന്ന് ആരോ നിയന്ത്രിക്കുന്ന പോലെ കറങ്ങുക. ഇപ്പോൾ 23.5 ഡിഗ്രി എന്നുള്ളത് 24 ഡിഗ്രിയോ 22 ഡിഗ്രിയോ ആയിക്കഴിഞ്ഞാൽ ഇവിടെ മനുഷ്യൻ ജീവിക്കാൻ പറ്റത്തില്ല. കാലാവസ്ഥ മാറി സകലതും. അപ്പോൾ അത്ര ആക്യുറേറ്റായിട്ട് ഇതിനെ സൃഷ്ടിച്ച് നടത്തുന്നത് ആരാ? അതിൻ്റെ പുറകിൽ ഒരു ദൈവമുണ്ട് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുവാൻ സാധിക്കും. അതുതന്നെയല്ലാതെ മനുഷ്യരുൾപ്പെടെ സകല സൃഷ്ടികളെക്കുറിച്ച് നമ്മളിപ്പം പഠിക്കുമ്പോൾ, അല്ലെങ്കിൽ ശാസ്ത്രം പഠിക്കുമ്പോൾ, അല്ലെങ്കിൽ ഇന്നും മനുഷ്യർക്ക് മനസ്സിലാക്കാത്ത അനേക രഹസ്യങ്ങൾ ഇന്നും മനുഷ്യ ബോഡിയിലൊക്കെ ഉള്ളതായിട്ട് നമ്മൾ മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. അപ്പോൾ തന്നെ നമുക്കറിയാം ഏത് ജീവജാലങ്ങളെ എടുത്ത് എത്ര മനോഹരമായിട്ട് അതിനെയൊക്കെ സൃഷ്ടിച്ചിരിക്കുന്നതെന്ന്. അതിൻ്റെയൊക്കെ പുറകിൽ എന്തുണ്ട്? ഒരു ശക്തിയുണ്ട്, ഒരു ദൈവത്തിൻ്റെ ഒരു കരമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുവാൻ സാധിക്കും. വചനം പറയുന്നു, ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു, ആകാശവിധാനം ദൈവത്തിൻ്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു. വചനം പറയുന്നു, ദൈവമില്ല എന്ന് മൂഢൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നു. അന്ന് ബുദ്ധിയില്ലാതെ ജ്ഞാനമില്ല, ഇതൊന്നും മനസ്സിലാക്കാൻ പറ്റാത്തവൻ മാത്രം ദൈവമില്ല എന്ന് പറയുള്ളൂ. അല്ലെങ്കിൽ എന്താ, പാപം ചെയ്ത് കള്ളും കുടിച്ച് അല്ലെങ്കിൽ മറ്റുള്ള പാപപ്രവൃത്തി എന്നിട്ട് ദൈവത്തെ വിളിച്ച് ദൈവം കേൾക്കുകയില്ല. വിളി കേൾക്കാതെ വരുമ്പോൾ ദൈവമില്ല എന്ന് ദൈവത്തെ കുറ്റം പറയുകയും ഇല്ലെന്ന് പറയുകയും ചെയ്യുന്ന അനേക പാപികളായിരിക്കുന്ന മനുഷ്യർ. എന്നാൽ വചനം പറയുന്നു, മൂഢരല്ലാത്തവരൊന്നും ദൈവമില്ല എന്ന് പറയുന്നില്ല.
കാണുന്ന പ്രപഞ്ചത്തിലെ നോക്കുന്ന സകലനുമാനും മനസ്സിലാക്കാൻ സാധിക്കും. രണ്ടാമതായിട്ട് നമുക്കറിയാം, ദൈവം തന്നെ തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്ന ദൈവത്തിൻ്റെ നിത്യവചനം, സ്വർഗത്തിൽ എന്നേക്കും നിലവായിരിക്കുന്ന വചനം മനുഷ്യവർഗത്തിന് കൊടുത്തിട്ട് അത് വായിക്കുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന ഏത് മനുഷ്യനും സർവശക്തനായ, സർവജ്ഞാനിയായ, സർവവ്യാപിയായ, സർവ ഉന്നതനായ അലഫ് ആൻഡ് ദൗ, അല്ലെങ്കിൽ ഹീബ്രുവിലെ ആദ്യ അക്ഷരം അവസാനത്തെ അക്ഷരവുമായ അലഫ്, അല്ലെങ്കിൽ ആദ്യനും അന്തിനുമായ ഒരു ദൈവമുണ്ടോ എന്ന് അവർക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. കാരണം എന്താ? തൻ്റെ വചനത്തിലൂടെ താൻ തന്നെ വെളിപ്പെടുത്തിയിരിക്കുക. നമുക്കറിയാം, വചനം പറയുന്നു ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും സകല മനുഷ്യരും കൽപ്പിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ സകല മനുഷ്യരും ന്യായം വിധിക്കുന്നത് 3 പുസ്തകങ്ങൾ വെച്ച: 1 ഓർമ്മയുടെ പുസ്തകം, 2 ജീവൻ്റെ പുസ്തകം, 3 സത്യവേദ പുസ്തകം. അതുകൊണ്ട് ദൈവത്തെ വെളിപ്പെടുത്തിയിരിക്കുന്ന രണ്ടാമത്തെ മാധ്യമം എന്ന് പറയുന്നത് സത്യവേദ പുസ്തകം, അല്ല ദൈവത്തിൻ്റെ സത്യവചനമാണ്. ഈ സത്യവചനം വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുമ്പോഴാണ് ഒരു സത്യദൈവമുണ്ട്, അല്ല ഒരു ശക്തനായ ദൈവമുണ്ട്, ഒരു നിത്യ ദൈവമുണ്ട് എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ എല്ലാവരോടും പറയുന്നത്, നിങ്ങൾ വചനം വായിക്കണം. ആ വചനം വായിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? സത്യം അറിയാൻ, സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. അതുവരെ നിങ്ങൾ മൂഢന്മാരും അറിവില്ലാത്തവരുമാണ്, വചനത്തെക്കുറിച്ച് മനസ്സിലാക്കാത്തവരുമാണ്. വചനം മനസ്സിലാക്കാത്തവർക്ക് ദൈവത്തെ മനസ്സിലാക്കാൻ പറ്റില്ല. കാരണം ദൈവത്തിൻ്റെ വായിൽ നിന്ന് പുറപ്പെട്ട ദൈവത്തിൻ്റെ ശ്വാസമാണ് ദൈവത്തിൻ്റെ വചനം. അതിലൂടെ തന്നെ തന്നെ വെളിപ്പെടുത്തുക. മൂന്നാമതായിട്ട് നമുക്കറിയാം, ദൈവം തന്നെ തന്നെ ദൈവത്തിൻ്റെ അവസാനത്തെ വെളിപ്പാടാണ് കർത്താവായ യേശു ക്രിസ്തു. നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷം 1-18 തിരുവനന്തപുരം വരുമ്പോൾ അവിടെ നമ്മൾ വായിക്കുന്നു, ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, എന്നാൽ തൻ്റെ മടിയിലിരുന്ന തൻ്റെ ഏകജാത പുത്രൻ തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്നു. വേദപുസ്തകത്തിൻ്റെ പല ഭാഗത്തും നമ്മൾ പുതിയ ഉടമ്പടി പഠിക്കും, പല ഭാഗത്തും നമ്മൾ ഞാനും പിതാവും ഒന്നായിരിക്കുന്നു, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരുന്നു, എനിക്കുള്ളതെല്ലാം പിതാവിനുള്ളത് എൻ്റെതും എന്ന് പല പ്രാവശ്യം കർത്താവായ യേശു ക്രിസ്തു പറയുന്നത് നമ്മൾ മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. അപ്പോൾ തന്നെ നമ്മൾ സത്യവേദ പുസ്തകം പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കാൻ, പിതാവ്, പുത്ര, പരിശുദ്ധാത്മ ത്രിയേക ദൈവമെന്നും, പിതാവായ ദൈവമെന്നും, പുത്രനായ ദൈവമെന്നും, പരിശുദ്ധാത്മാവ് എന്ന ദൈവമെന്നും നമ്മൾ കാണുവാനും സാധിക്കും. അപ്പോൾ തന്നെ ഏക ദൈവമെന്നും ഒക്കെ വേദപുസ്തകത്തിൽ നമ്മൾ കാണുവാൻ സാധിക്കും. ത്രിത്വത്തെക്കുറിച്ച് നമ്മൾ ആഴത്തിൽ പഠിക്കുമ്പോൾ അതൊക്കെ നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്നു. എന്നാൽ ഇവിടെ പൗലോസ് പറയുകയാണ്, ക്രിസ്തുവിലല്ലോ ദൈവത്തിൻ്റെ സമ്പൂർണ്ണ ദേഹരവുമായി വസിക്കുന്നത്. കൊലോസ്യ ലേഖനം 1-15 തിരുവനന്തപുരത്തിൽ നമ്മൾ വായിക്കുന്നു, ക്രിസ്തു അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിമയെന്ന് വായിക്കുന്നു. ഫിലിപ്പിയ ലേഖനം 1-6 വരുമ്പോൾ അവിടെ നാം വായിക്കുന്നത്, ക്രിസ്തു ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസ്യരൂപമെടുത്ത് മനുഷ്യ സദൃശ്യത്തിലായി തന്നെ താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെ താൻ താഴ്ത്തി മരണത്തോളം ക്രൂശ് അനുസരണമുള്ളവനായിരുന്നു എന്ന് നമ്മൾ വായിക്കുന്നു. എബ്രായ ലേഖനം 1-3-4 വരുമ്പോൾ അവിടെ നാം വായിക്കുന്നു, അവൻ ദൈവ തേജസ്സിൻ്റെ പ്രഭയും തത്വത്തിൻ്റെ മുദ്രയും സകലത്തിൻ്റെ ശക്തിയുള്ള വചനത്തെ വഹിക്കുന്നവനെന്ന് നമുക്ക് അവിടെയും കാണുവാൻ സാധിക്കുന്നു. അപ്പം വേദപുസ്തകത്തെ ആദ്യം മുതൽ, അല്ലെങ്കിൽ ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ക്രിസ്തുവിനെ ദൈവത്തിൻ്റെ പ്രതിനിധിയായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് ക്രിസ്തുവിനെ വചനം പറയുന്നു, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കാൻ ദൈവം ക്രിസ്തുവിനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു എന്ന് വെച്ചാൽ, യോഹന്നാൻ സുവിശേഷം 1-12 നമ്മൾ വായിക്കുന്നു, ക്രിസ്തുവിനെ കൈക്കൊണ്ട്, വേറെ ആരെയല്ല നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. ദൈവത്തിൻ്റെ വചനം പറയുക, ക്രിസ്തുവിനെ കൈക്കൊണ്ട് ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവത്തിൻ്റെ മക്കളാകാൻ അധികാരം കൊടുത്തിരിക്കുന്നു. അപ്പം നമുക്കറിയാം, ഇന്ന് ലോകത്തിൽ അവതരിച്ച സകല അവതാരങ്ങളും ദൈവങ്ങളും സ്വർഗത്തിലേക്കുള്ള വഴി, അല്ല ദൈവത്തിലേക്കുള്ള വഴി പറയാൻ വന്നവനാണെങ്കിൽ, കർത്താവായ യേശു ക്രിസ്തു വഴി പറയാൻ വന്നതല്ല, മനുഷ്യൻ്റെ പാപങ്ങളെ ഏറ്റെടുത്ത് താൻ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്ത് താൻ മറുവിലയായി തീർന്ന് സ്വർഗത്തിലേക്കുള്ള വഴിയാകുവാൻ വന്ന ദൈവമാണ് യേശു ക്രിസ്തു. അതുകൊണ്ടാണ് കർത്താവായ യേശു ക്രിസ്തു ഏക ദൈവമെന്ന്, ഏക മധ്യസ്ഥനും ഏക രക്ഷകനെന്നും തിരുവചനം വ്യക്തമായിട്ട് നമ്മോട് പറയുന്നത്. വചനം പറയുന്നു, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീ നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും.
കാരണം എന്താ? ക്രിസ്തുവിലൂടെ മാത്രമേ രക്ഷയുള്ളൂ. ക്രിസ്തുവിലൂടെ മാത്രമേ നിത്യജീവൻ അവകാശമാക്കുവാൻ പറ്റുള്ളൂ. കർത്താവായി യേശു ക്രിസ്തു ഭൂമിയിൽ വന്ന് അവതരിച്ച് ഏദേൻ തോട്ടത്തിൽ നഷ്ടപ്പെട്ട തേജസ്സും മഹത്വവും മഹിമയും നിത്യജീവനും ആദാമിന് കൊടുത്ത സകലതും നഷ്ടപ്പെട്ടു പോയിരുന്നു അതെല്ലാം തിരിച്ചു വാങ്ങുവാൻ വേണ്ടി ആണ് ഭൂമിയിൽ വന്ന വചനം പറയുന്നു, പിശാചിൻ്റെ പ്രവൃത്തികളെ അഴിപ്പാനത്ര ദൈവത്തിന് പ്രത്യക്ഷനായിരിക്കുന്നു എന്നും. നമ്മൾ നഷ്ടപ്പെട്ട ആ പുത്രത്വം, ആ ദൈവ മക്കൾ എന്നുള്ള അവകാശം, സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങൾ, അതുപോലെ തന്നെ ഭൗതിക നന്മകൾ നമുക്ക് വേണ്ടതെല്ലാം തരുവാൻ വേണ്ടിയാണ് കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിൽ വന്ന് അവതരിച്ച്. അവനിലല്ലാതെ നമുക്ക് രക്ഷയില്ല. അപ്പസ്തോല പ്രവൃത്തി 4:12 പറയുന്നു, മറ്റൊരുത്തനിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യന് നൽകപ്പെട്ട വേറൊരു നാമവുമില്ല, യേശു നാമമല്ലാതെ. അതുകൊണ്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ആകുന്ന ആ ദൈവത്തെ, അല്ലെങ്കിൽ ആ ദൈവത്തിൻ്റെ സർവ്വസമ്പൂർണ്ണ ദേഹരൂപമായിരിക്കുന്ന ആ ക്രിസ്തുവിൽ വിശ്വസിച്ച് നമ്മൾ അവനിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ട്, അവൻ മരിച്ചടക്കപ്പെട്ട് ഉയർത്ത് സ്വർഗ്ഗത്തിലേക്ക് പോയിട്ടുണ്ട്. കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുന്നു, ഞാൻ പോയി സ്ഥലമൊരുക്കാൻ, ഞാൻ ഇരിക്കേണ്ടത് നിങ്ങളെ ഇരുത്തേണ്ട, വീണ്ടും വന്ന് നിങ്ങൾ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളൂ എന്ന് പറയാനിടയായിത്തീർന്നു. ആ കർത്താവിൻ്റെ വരവേറ്റം ആസന്നമായിരിക്കും. ലോക സംഭവങ്ങൾ വിളിച്ചു കാണിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 24 പറഞ്ഞതുപോലെ നോഹയുടെ കാലം പോലെ, ലോത്തിൻ്റെ കാലം പോലെ സമയമായിരിക്കുക. നമ്മൾ സുബോധമുള്ളവരായി ഉണർന്നും പ്രാർത്ഥിച്ചും കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങാം. കർത്താവിൻ്റെ വരവ് നമുക്ക് എടുക്കപ്പെടാം. അതിനായി ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.